ഈ ഒരു ബോക്സ് നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ ജംബോ ബോക്സ് നാട്ടിലേക്ക് അയക്കാൻ 1 കിലോന് 1 ദിറംസേ വരുള്ളൂ. 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഗൾഫിൽ മലയാളികളുടെ പ്രവാസം അതിശക്തമായിരുന്ന കാലത്ത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുവാൻ വേണ്ടി രൂപം കൊണ്ട ഇന്നും ശക്തമായി നിലനിൽക്കുന്ന ഒരേ ഒരു കാർഗോ ഡെലിവറി സംവിധാനമാണ് അല്ലുസൂദ് കാർഗോ. 41 വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോഴത്തെ ചെയർമാൻ മിസ്റ്റർ ഫയസിൻ്റെ പിതാവ് എറണാകുളം സ്വദേശിയായ മിസ്റ്റർ മുഹമ്മദ് അലി അദ്ദേഹം ആരംഭിച്ച ഈ ഒരു അല്ലുസൂദ് കാർഗോ ഇന്ന് ദുബായ്, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിൽ ഓഫീസുകളുമായി UAE എല്ലായിടത്തു നിന്നും ഏറ്റവും വലിയ ജംബോ സർവീസുകളടക്കം കൃത്യസമയത്ത് എത്തിച്ചുകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 42ാം വർഷത്തിലേക്ക് കിടക്കുന്ന ഈ ഒരു കാർഗോ കമ്പനിയുടെ ചരിത്രം മലയാളി പ്രവാസികളുടെ ചരിത്രത്തിനൊപ്പം കൂടി എഴുതി ചേർക്കേണ്ട ഒന്നാണ്. 17 വർഷമായിട്ട് കാർഗോ ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണല്ലേ ഇത് സന്ദീപാണ് കേട്ടോ. സന്ദീപ് എനിക്ക് തോന്നുന്നു അല്ലുസൂദ് കാർഗോന്റെ ഓവറോൾ കാര്യങ്ങൾ നോക്കുന്ന ഒരാളും കൂടെയാണ്. ഷാർജയുടെ മെയിൻ ഹെഡും ആണ് അല്ലേ. എനിക്ക് തോന്നുന്നു ഡോർ ടു ഡോർ കാർഗോ കംപ്ലീറ്റ്ലി ടേക്ക് കെയർ ചെയ്യുന്നത് സന്ദീപാണ്. സന്ദീപ്, നമ്മുടെ ഈ ജംബോ കാർഗോയെ കുറിച്ച് ഒന്ന് പറയാമോ? കാര്യം എന്ന് വെച്ചാൽ 42 വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജംബോ കാർഗോസ് പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അല്ലുസൂദ് കാർഗോ. കാര്യം ഞാനൊക്കെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേട്ടു തുടങ്ങിയ ഒരു പേരാണിത്. അപ്പം എന്തൊക്കെയാണ് ജംബോ കാർഗോയുടെ ക്രൈറ്റീരിയ? അല്ലുസൂദ് കാർഗോ പറയുമ്പോൾ തന്നെ 41 വർഷമായിട്ട് നമ്മളിപ്പോൾ ഈ ഫീൽഡിലുള്ളതാണ്. ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ ജംബോ ബോക്സ് സർവീസ് ആണ്. ഈ ജംബോ ബോക്സ് എന്ന് പറയുമ്പോൾ വെച്ചാൽ നമ്മൾ ഈ TR ഫെസിലിറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ ഈ ജംബോ ബോക്സ്. TR ഫെസിലിറ്റിയുടെ കാര്യത്തിൽ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അതായത് നമ്മൾ ക്യാൻസലേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. ഒരിക്കലല്ല. ഈ TR എന്ന് പറയുമ്പോൾ ഒരിക്കലും ക്യാൻസലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ 3 വർഷം കൂടുമ്പോൾ നമുക്ക് NRIക്കാർക്ക് കിട്ടുന്ന ഒരു ഫെസിലിറ്റീസ് ആണ് ഈ TR. ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ നമ്മൾ ഇപ്പൊ TR എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത TR കിട്ടും. അപ്പൊ ഈ 3 വർഷം കൂടുമ്പോൾ നമുക്ക് എടുത്തെടുത്ത് പോവാം. എവറി 3 ഇയേഴ്സ് നമുക്ക് TR കിട്ടിക്കൊണ്ടിരിക്കും. ആ TR നമുക്ക് 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. എല്ലാ ഡ്യൂട്ടി ഇല്ലാതെ നമ്മൾ എല്ലാ യൂസ്ഡ് സാധനങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. അതൊന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. അതായത് 5 ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങൾ, ഇവിടെ യൂസ് ചെയ്ത സാധനങ്ങൾ നമുക്ക് ഡ്യൂട്ടി ഇല്ലാതെ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അല്ലുസൂദ് കാർഗോ തന്നെ ചെയ്യും. ഇവരെ നമ്മൾ പാക്കേജ് വന്ന് ഒരു കസ്റ്റമർ നമുക്കൊരു കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മൾ വീട്ടിൽ വന്ന് പാക്ക് ചെയ്തിട്ട് നമ്മൾ കൊച്ചി വരെ എത്തും. കൊച്ചിയിൽ നിന്ന് ക്ലിയറൻസ് ചെയ്തിട്ട് നമ്മൾ അവരുടെ ഡെസ്റ്റിനേഷൻ അവരുടെ വീട് വരെ നമ്മൾ വീട്ടിൽ കൊടുക്കും. ഈ ഒരു ബോക്സ് നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ ജംബോ ബോക്സ് നാട്ടിലേക്ക് അയക്കാൻ 1 കിലോന് 1 ദിറംസേ വരുള്ളൂ. നിങ്ങൾ വീട്ടിൽ പോയി എടുത്തോണ്ട് വരികയും ചെയ്യും. അതിനും എക്സ്ട്രാ പൈസ ഒന്നും ഒരു പൈസ ഇല്ല. ഇത് കൊച്ചി വരെ എത്ര വെച്ചാൽ 1 കിലോ 1 ദിറംസേ വരുള്ളൂ. ഒരു ജംബോ ബോക്സിന് 1 കിലോയ്ക്ക് 1 ദിറംസ് വെച്ചിട്ടാണ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ സാധനങ്ങൾ എടുത്ത് ഇത് കൃത്യമായി പറഞ്ഞ പോലെ ഒരു കേടുപാടുകളും കൂടാതെ അവിടെ എത്തിച്ചിരിക്കും. ഈ TRന്റെ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ആരാണോ കാർഗോ അയക്കുന്ന ആള് അവർ നാട്ടിൽ കൊച്ചിയിൽ കസ്റ്റംസ് പ്രസൻസ് മസ്റ്റ് ആയിട്ടാണ്. ഫിസിക്കലി നമ്മൾ അവിടെ പ്രസന്റ് ആണ്, പാസ്പോർട്ട് ആയിട്ട് അവിടെ വേണം. എന്നാലേ നമുക്ക് ഈ TRന്റെ ആനുകൂല്യം കിട്ടുള്ളൂ. TR അല്ലാതെ അയക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അതല്ലാണ്ട് പെർ കിലോ ബേസിലാണ് നമുക്ക് അയക്കാം. ഈ TR ബേസിൽ അയക്കുമ്പോൾ നമ്മൾ ജംബോ ബോക്സ് അയക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് മസ്റ്റ് ആയിട്ട് പ്രസൻസ് വേണം. എന്നാലേ നമുക്ക് ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ. ഈ 5 ലക്ഷം രൂപയുടെ ഇതിന്റെ എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ ഈ TRന്റെ ഒരാൾ അവിടെ പ്രസന്റ് ആയിരിക്കണം. ആരാണോ അയക്കുന്നത് ഇനിയിപ്പോ ഇവിടുന്ന് നിങ്ങൾക്ക് പോയി എടുക്കണമെന്നുണ്ടെങ്കിലും അതിന് സ്പെഷ്യൽ ചാർജ് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം നമ്മൾ എല്ലാം നേരിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഷാർജ, ദുബായ്, അബുദാബി, റാസൽ ഖൈമ 4 സ്ഥലത്ത് ഓഫീസ് ഉണ്ട്. ഇത് ഞാനിപ്പോ നിൽക്കുന്നത് വെയർ ഹൗസിലാണ് കേട്ടോ, ഇവരുടെ അല്ലുസൂദിന്റെ. അപ്പൊ അതാണ് ജംബോ കാർഗോയുടെ. പിന്നെ നമുക്ക് എയർ കാർഗോ ഉണ്ട്, സീ കാർഗോ ഉണ്ട്, എയർ കാർഗോ ഉണ്ട്. നമ്മൾ കിലോ ബേസിലും അയക്കും. മെയിൻ ആയിട്ട് നമ്മൾ ജംബോ ബോക്സ് ആണ്. നമ്മൾ ഈ TR ബോക്സിൽ എന്തെങ്കിലും ഇത്ര കിലോ കയറണം അല്ലെങ്കിൽ അങ്ങനെയല്ല. ഈ അപ്രോക്സിമേറ്റ്ലി ഈ ജംബോ ബോക്സിൽ ഏകദേശം 1200 to 1400 കിലോ വരെ പോകും. അതായത് ഒരു ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കുക്കിംഗ് റേഞ്ച്, മൈക്രോവൺ, ഒരു ഹോം തിയേറ്റർ, AC, ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോ ഒരു വീടൊക്കെ നാട്ടിലെ എല്ലാ പ്രവാസികളുടെയും സ്വപ്നമാണ്. അപ്പൊ നമ്മളൊരു വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സാധനം വാങ്ങിച്ചിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാം. ലാഭം. അതെ, പുതിയ ഫർണിച്ചറും കൊണ്ടുപോകാം, പഴയ ഫർണിച്ചറും കൊണ്ടുപോകാം. അപ്പൊ ഈ പുതിയ ഫർണിച്ചറിന് സെപ്പറേറ്റ് എന്തെങ്കിലും ഡ്യൂട്ടി വരും, പക്ഷെ അത് നമുക്ക് എക്സെപ്ഷൻ കിട്ടും. കാരണം TRൽ പോകുമ്പോൾ നമുക്ക് എക്സെപ്ഷൻ കിട്ടും. അപ്പൊ അങ്ങനെയും കൂടെ ഒരു കാര്യമുണ്ട്. പലരും മിക്സഡ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ നിങ്ങൾ പഴയ സാധനങ്ങളും ഏറ്റവും പുതിയ സാധനങ്ങളും വാങ്ങിച്ചതും കൂടെ ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡ്യൂട്ടിയുടെ എക്സെപ്ഷൻ കിട്ടും. അവിടെ ചെറിയൊരു ഡ്യൂട്ടി വരും, അത് നമ്മൾ അവിടെ കസ്റ്റംസിൽ കൊടുക്കണം ഈ പുതിയ ഫർണിച്ചറിന്. അത് പക്ഷേ ഇവർ അതിന്റെ ഏറ്റവും കുറഞ്ഞ ഒരു ഇതായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. അതിനുവേണ്ട എല്ലാ ഹെൽപ്പും നമ്മളെ കൊച്ചി ഓഫീസ് ഉണ്ട്, അല്ലുസൂദിന്റെ ഓഫീസ് ഉണ്ട്, അവിടെ നിന്നുള്ള ഹെൽപ്പ് ചെയ്ത്. ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ വിശ്വാസ്യത. അതാണ് ഈ ഒരു സർവീസ്. ഇത് സർവീസ് ഇൻഡസ്ട്രിയാണ്, കംപ്ലീറ്റ്ലി സർവീസ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ 42 വർഷത്തെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അതിന്റെ ഒരു ഡെപ്ത് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും.
ഈ ഒരു പാരമ്പര്യം ഈ ഒരു സർവീസും ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നത് ഇത് അല്ലസൂദ് മാത്രമായിരിക്കും. മാത്രമേ ഉള്ളൂ. അതെ, വേറെ ഒരു കാർഗോ കമ്പനിയും ഇപ്പം നിലവിലില്ല. പക്ഷെ പല കാർഗോസ് ഉണ്ട്, പക്ഷേ ഈ ഒരിക്കലും ഇത്രയും സർവീസ് ഇത്രയും കൊല്ലങ്ങളായിട്ടുള്ളത് വേറെ ആരും ഉണ്ടാവും, വേറെ ആരും ഇല്ല. അപ്പം നമ്മൾ ഇപ്പം പറഞ്ഞ സമയത്തിന് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ ഈ ജംബോ ബോക്സ് പറഞ്ഞാൽ 10 to 15 ഡേയ്സിനുള്ളിൽ നമ്മൾ കാർഗോ എത്തിച്ചിരിക്കും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. നമുക്കൊരു നമ്പർ കൊടുത്തൂടെ? അതെ, നമ്മൾ ടോൾ ഫ്രീ ഉണ്ട് 800-877-663 വിളിച്ചാൽ മതി. അതിൽ വിളിച്ചാലും കിട്ടും. വേറെ വാട്സ്ആപ്പ് എന്തെങ്കിലും ഉണ്ടോ? വാട്സ്ആപ്പ് നമ്പറും ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ വെക്കേഷനിൽ പോകുമ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ അവിടെ നാട്ടിൽ അഡ്മിഷൻ എടുക്കണം അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ വിറ്റ് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയും ഇവിടെ വിൽക്കുക പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടാണ് ഇവിടെ എടുക്കുക. അപ്പോൾ ഈ റേറ്റിനൊക്കെ നമുക്ക് ഈ നാട്ടിൽ വളരെ ചീപ്പായിട്ട് നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റും. ഇപ്പോൾ ഈ സർവീസ് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതെ, എനിക്ക് തോന്നുന്നു ഈ 10ാം ക്ലാസ് കഴിയുമ്പോൾ പലരും കുട്ടികളെ നാട്ടിലേക്ക് വിടും, ഫാമിലിയെ നാട്ടിലേക്ക് അയക്കും. ഈ വെക്കേഷന്റെ സമയത്ത് അവർ നാട്ടിൽ ഇവിടെ ചെറിയ വിലക്കാണ് ഇവിടെ ആൾക്കാർ വിറ്റ് പോകുന്നത്. ഇവിടുന്ന് പക്ഷെ നല്ല ഫർണിച്ചർ വാങ്ങിച്ചിട്ട് നമുക്ക് വലിയ ചെലവില്ലാണ്ട് നാട്ടിൽ കൊണ്ടുപോകാം. അവിടുന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ലാഭമായിരിക്കും ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു സർവീസും കൂടി നമുക്ക് ഇതിലുണ്ട്, ഇത് ഈ കമ്പനി ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഡിസീസ്ഡ് പേഴ്സണിന് കാർഗോ നമ്മൾ അയക്കും. അത് അവരുടെ ആരാണോ ഇവിടെ ഉള്ള വെച്ചാൽ അവർ എംബസിന്ന് നമുക്ക് ഒരു ലെറ്റർ മാത്രം അയച്ച് മീൻസ് ഒരു പെർമിഷൻ ലെറ്റർ ഉണ്ട് അവിടെ എംബസിന്ന്. ആ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് വയ കൊച്ചു വഴി നമുക്കിത് നാട്ടിലെത്തിക്കാൻ പറ്റും. അപ്പൊ ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ എന്തൊക്കെയാണുള്ളത് അതെല്ലാം നമ്മൾ നാട്ടിൽ വിത്തൗട്ട് ഡ്യൂട്ടി ഒരു ഡ്യൂട്ടിയും ഉണ്ടാവില്ല. ഈ കാർഗോ അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണോ അവർക്ക് വരുന്ന ചെലവ് വെച്ചാൽ ആ ചെലവ് മാത്രമേ നമ്മൾ ഇതിന്ന് എടുക്കുള്ളൂ. അതെ, ഒരു ലാഭവും ഒരു കാര്യങ്ങളില്ല. സന്ദീപ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാര്യം ഈ ഒരു സമയത്ത് പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. നമ്മൾ ആ സമയത്ത് നമ്മുടെ എമോഷൻസ് എന്നൊക്കെ പറയുന്നത് ഡിഫറെന്റ് ആണ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യമുള്ളത് പലർക്കും അറിയില്ല. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ അല്ലസൂദിൽ വിളിച്ചാൽ മതി, അവരതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരും. എല്ലാ സർവീസ് ഇൻഡസ്ട്രികളുടെയും ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വിശ്വാസ്യതയാണ്. ഇത് 42 വർഷത്തെ പാരമ്പര്യവും വിശ്വാസ്യതയുമാണ് അല്ലസൂദ് കാർഗോ നമുക്ക് തരുന്നത്. അപ്പോൾ ഇനി ഈ പറഞ്ഞ മാതിരി കൃത്യസമയത്ത് സാധനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ അല്ലസൂദ് കാർഗോ എന്ന ഒരു നാമം നമ്മുടെ മുന്നിലുണ്ട്, അത് മറക്കണ്ട.